ഖതമുൽ മുർസലീൻ ഖതമുൽ മുർസലീൻ. ഔസു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 9 മെയ് 2026 ശനിയാഴ്ചയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT സമയം വൈകുന്നേരം 4 മണിയാണ്. ഇത് രാഹുദാം പ്രോഗ്രാമിൻ്റെ സമയമാണ്. ഖാദിയാൻ ദാറുൽ ഇമാനിൽ നിന്നും ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം രാഹുദയുടെ 4 എപ്പിസോഡ് അടങ്ങുന്ന ഒരു സീരീസുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡായിരിക്കും. ഈ മുഴുവൻ എപ്പിസോഡിലും സീരീസിലും അഹമ്മദിയ മുസ്ലിം ഖിലാഫത്തിൻ്റെ അനുഗ്രഹ ഫലങ്ങളെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, രാഹുദ പ്രോഗ്രാം ലൈവാണ്, അതോടൊപ്പം തന്നെ ഒരു ഇൻ്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അതായത് മാന്യ പ്രേക്ഷകർക്കും തങ്ങളുടെ ചോദ്യങ്ങൾ മുഖേന ഞങ്ങളുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം മാന്യ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഈ സ്റ്റുഡിയോയിലുള്ള പണ്ഡിത പാനലിൽ വെക്കുകയും ഈ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാം മുഖേന തന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ടെലിഫോൺ, അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ്, ഫാക്സ് മെസ്സേജ്, ഇമെയിൽ, ഇതുവഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെയുള്ള പാനൽ ഞാൻ പരിചയപ്പെടുത്താം. മൗലാന മുഹമ്മദ് ഹമീദ് കൗസർ സാബാണുള്ളത്, അതുപോലെ തന്നെ മുജാഹിദ് ശാസ്ത്രി സാബുമാണുള്ളത്. ഇവരായിരിക്കും എന്നോടൊപ്പം ഇവിടെ സംവദിക്കുന്നത്. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. മാന്യപ്രേക്ഷകരെ, ജീവൽ സമുദായത്തിന് അടയാളങ്ങളുമുണ്ട്, ജീവിതത്തിൻ്റെ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സാമുദായിക ഉന്നമനത്തിന് വേണ്ടിയുള്ള നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ ഒരു വ്യവസ്ഥ എന്നതായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യവസ്ഥിതി എല്ലാ അംഗങ്ങളെയും ഐക്യത്തിൻ്റെ മാലയിൽ കോർത്തിണക്കുന്നു. അതായത് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, മറ്റുള്ളവരെ എല്ലാവരും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇസ്ലാമിൽ ഇതിൻ്റെ പേര് ഖിലാഫത്ത് എന്നാണ്. മലയുടെ മുകളിൽ കയറുന്നതിന് വേണ്ടി നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി ആണിയും അതുപോലെ തന്നെ കയറും വെച്ച് കയറുന്നത് പോലെ തന്നെ ആത്മീയമായ നിലയിൽ ഉന്നതിയും ഉന്നമനവും നേടുന്നതിന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഖിലാഫത്തിൻ്റെ പാശത്തെ മുറുകെ പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചെറിയ ആമുഖത്തിന് ശേഷം ആദ്യത്തെ ചോദ്യം ഞാൻ മൗലാന ഹമീദ് കൗസാബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതുപോലെ തന്നെ പൂർവ്വസൂരികളുടെ വചനങ്ങൾ എന്നിവയെക്കുറിച്ച് ഖിലാഫത്ത് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? ജസാക്കുമുല്ലാഹു വസൽ ജസാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മാസം എന്ന് പറയുന്നത് മെയ് മാസമാണ്, നിങ്ങൾക്കറിയാം. ഈ മാസത്തിൽ സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 26 മെയ് 632 വഫാത്തായത്. 27 മെയ് 632 ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യ ഖലീഫ റാഷിദ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ അനുഗ്രഹീത മാസത്തിൽ തന്നെയാണ് 1908 മെയ് 27 ഹസരത്ത് മൗലാന നൂറുദ്ദീൻ സാബ് റളിയല്ലാഹു അൻഹു അള്ളാഹു അദ്ദേഹത്തിന് ഖിലാഫത്തിൻ്റെ സ്ഥാനത്തിൽ അവരോധിതനാക്കിയതും ഈ മാസത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് യൗമെ ഖിലാഫത്ത് ദിനം ആചരിക്കുന്നു. അതുപോലെ പല പരിപാടികളും സംഘടിപ്പിക്കുന്നു. ഖിലാഫത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ അനന്തരഫലങ്ങൾ, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ പുണ്യങ്ങൾ, അതിൻ്റെ നന്മകൾ എന്നിവയെക്കുറിച്ചുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. അതിലൊരു ഭാഗമാണ് ഇതും. ഖലഫ യഖ്ലിഫ് ഖിലാഫത്തൻ, ഉറുദുവിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരാൾ പോയാൽ അതിന് തിരിച്ച് പകരം വരുന്ന പിന്തുടർച്ചാവകാശി എന്നാണ്, പ്രതിനിധി എന്നാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 26 മെയ് 632 വഫാത്തായത്. അതായത് റബീഉൽ അവ്വൽ 1 11 ഹിജ്റ വർഷത്തിന് വിവിധ അഭിപ്രായങ്ങളും ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ളുണ്ട്. കൃത്യമായ തീയതി ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്ത് സംഭവിച്ചപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായിരുന്നില്ല. സുനാ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അറിവ് ലഭിച്ചപ്പോൾ ഉടനടി അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മസ്ജിദ് നബവിയിൽ എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനുമായുള്ള കൂടിക്കാഴ്ചക്ക് പോയിരിക്കുകയാണ്, അദ്ദേഹം തിരിച്ചു വരുന്നതാണ്, കപട വിശ്വാസികളുടെ കഴുത്തറക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വധിക്കുന്നതാണ്. ഈ ഒരു ഭയാനകമായ ഒരു ദൃശ്യമായിരുന്നു ഹസ്രത്ത് അബൂബക്കറിനെ വരവേറ്റത്. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ സന്നിധനായി. അത് വളരെ യാദൃച്ഛികമായ കാര്യമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനാരോഗ്യാവസ്ഥയിൽ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സ്ഥാനത്ത് ആയിട്ട് നിശ്ചയിച്ചിരുന്നു. ഇമാമത്ത് നമസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ചിരുന്നു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു വളരെ കുപിതനായിട്ടുണ്ടായിരുന്നു. അല റിസ്ലിക്ക, ഇരിക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു ഒരുപാട് ഗുണവിശേഷങ്ങൾ നൽകിയിരുന്നു, കഴിവുകൾ നൽകിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻകാന യഅ്ബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നത്, മനസ്സിലാക്കിക്കൊള്ളുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊള്ളുക ഇന്നഹു ഹുവ ഹയ്യുൻ, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്. ആ സംസാരത്തിനിടയിൽ തന്നെ കുറച്ച് പേർ ഹദരത്ത് അബൂബക്കറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഖീഫ ബനി സഅദ, അതായത് 200 മീറ്റർ അപ്പുറമുള്ള അവിടെ കുറച്ച് പേർ കൂടിയിട്ട് ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള സംസാരം നടത്തുന്നുണ്ട്. അവരുടെ നിർദ്ദേശം ഖുറൈശികളിൽ നിന്നൊരു ഖലീഫ, അതുപോലെ സഖീഫയിൽ നിന്നൊരു ഖലീഫ വേണമെന്നാണ്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ അവസരത്തിൽ വളരെ ഗൗരവപൂർണമായ ഗംഭീരമായ ആ അവസരത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അബ്ദുള്ള ബിൻ ജറാർ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് സഖീഫ ബനി സാദയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ പോയി പറഞ്ഞു, ആ സദസ്സിൽ പോയി പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് നിങ്ങൾ ഇസ്ലാമിനെ സഹായിച്ചോ? ഇസ്ലാമിന് ആവശ്യം നേരിട്ടപ്പോഴൊക്കെ നിങ്ങൾ ഇസ്ലാമിനെ സഹായിച്ചോ? ഈ ഒരു ലോലമായ അവസ്ഥയിൽ ഇസ്ലാമിനെ നിങ്ങൾ സഹായിക്കുകയാണ്, പിന്തുണയ്ക്കാൻ വേണ്ടത്. ഖലീഫ എന്ന് പറയുന്നത് ഖുറൈശികളിൽ നിന്നാകട്ടെ അല്ലാത്തവരിൽ നിന്നാകട്ടെ, റസൂൽ പ്രവചനം എന്നത് ഖലീഫ ഖുറൈശിൽ നിന്നാകും എന്നാണ്. വളരെ ദയനീയമായ നിലയിൽ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി, വേദന നിർഭരമായ നിലയിൽ മനസ്സിലാക്കി കൊടുത്തു. അവരത് തൃപ്തരായി. എന്നിട്ട് പറഞ്ഞു, അവർ തന്നെ പറഞ്ഞു, താങ്കൾ കൈനീട്ടുക, ഞങ്ങൾ ബയ്യത്ത് അനുസരണ പ്രതിജ്ഞ ചെയ്യട്ടെ. ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്നാൽ ആ സമയത്ത് മദീനയുടെ അന്തരീക്ഷം വളരെയധികം കലുഷിതമായിരുന്നു. 300-400 മുനാഫിക്കീങ്ങൾ, കപടവിശ്വാസികളായിരുന്നു. അവർ എല്ലാ നിലയിലും മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഖിലാഫത്തിൻ്റെ ബർക്കത്ത് ഇവിടെയാണ് വ്യക്തമാകുന്നത്. അത് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ മാത്ത വലൈസ ഫി ഉനുഖിഹി ബൈഅത്തുൻ മാത്ത മീത്തത്തുൻ ജാഹിലിയ, അതായത് ആരാണോ അനുസരണത്തിൽ ബയ്യത്തിൽ അനുസരണപ്രതിജ്ഞയിൽ ഇല്ലാത്ത ഒരു ബയ്യത്ത് ചെയ്ത ഒരു അവസ്ഥയിലല്ലാത്ത നിലയിൽ മരിക്കുന്ന ഒരു വ്യക്തി ജാഹിലിയത്തിൻ്റെ മരണമാണ്, ജഹാലത്തിൻ്റെ മരണമാണ് മരിക്കുന്നത്. ഇന്നമൽ ഇമാമു ജുന്നത്തുൻ, ഇമാം എന്ന് പറയുന്നത് ഒരു പരിചയമാണ്. ആ പരിചയയുടെ പിറകിൽ നിന്നിട്ടാണ് സമുദായം യുദ്ധം ചെയ്യേണ്ടത്, അതുപോലെ സുരക്ഷിതമാകേണ്ടത്. അള്ളാഹു എന്നെ ഈ സ്ഥാനത്ത് അവരോധിതനാക്കിയപ്പോൾ എൻ്റെ ബയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേർ ഹദരത്ത് അബൂബക്കറിനെ ബയ്യത്ത് ചെയ്തു. ഹദരത്ത് അബൂബക്കറിൻ്റെ പിന്നിൽ അണിനിരന്നു.
അതോടൊപ്പം തന്നെ മദീനയിൽ അതുപോലെ തന്നെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു പുതിയ ഫിത്ന തുടങ്ങി. ഇർത്തിദാദ്, മുർത്തദ് ആകുന്ന മതപരിത്യാഗങ്ങളുടെ ആ സമയത്ത് അത് അബൂബക്കർ റളിയല്ലാഹു ദൈവദത്തമായ കഴിവുകൾ കൊണ്ട് അതൊക്കെ പരിഹരിച്ചു, അതിന് അന്ത്യം വരുത്തി. ഖിലാഫത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു ഏക വ്യക്തി. അദ്ദേഹമായിരുന്നു ഈ ഒരു വളരെ സങ്കീർണമായ അവസ്ഥയെ കൈകാര്യം ചെയ്തതും മുസ്ലിങ്ങളെ ചിതറിൽ നിന്ന് രക്ഷപ്പെട്ടതും. സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് അവസ്ഥ വന്നു, അതുപോലെ മുർത്തദാവുന്ന അവസ്ഥ വന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം അത് വളരെ വളരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്തു. ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഞാൻ സഹി മുസ്ലിമിൻ്റെ ഒരു ഹദീസ് ഇവിടെ അവതരിപ്പിച്ചു. മൻ മാത്ത വലൈസ ഫി ഉനുഖിഹി ബയത്തുൻ മാത്ത മീത്തത്തൻ ജാഹിലിയ. ആരാണോ ആരുടെയെങ്കിലും ബയ്യത്ത് ചെയ്യാതെ അവസ്ഥയിൽ മരിച്ചത്, അദ്ദേഹം അജ്ഞതയിൽ ജാഹിലിയത്തിലാണ് മരിച്ചത്. എല്ലാവരും അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ അനാമതികളിൽ ഉള്ളത് കാര്യം അവർ പറയുന്നത്, മുസ്ലിങ്ങൾ എന്തിനാണ് ബയ്യത്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിൻ്റെ ബയ്യത്തിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ആയിദുല്ലാ തആല ബിൻ അസീസിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് അവർ ചോദിക്കുന്നു. ഇത് ഒരു വസ്വാസ് ഇടുകയാണ്, ദുർമന്ത്രണം ചെയ്യുകയാണ്. ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, അനുഗ്രഹീത കാലഘട്ടത്തിൽ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നല്ലോ. അവരെല്ലാവരും അഫ്സലുർ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശ്രേഷ്ഠൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തവരായിരുന്നു. എന്നിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ബയ്യത്ത് സ്വീകരിച്ചില്ലേ? ഇന്നും മുസ്ലിങ്ങൾ ഇപ്പോൾ പറയുന്നു ഹദരത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി ഇസ്ലാമിൻ്റെ ബയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അത്യാവശ്യമാണ്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ആയിദുല്ലാ തആല ബിൻ അസീസിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്ത അതേപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈസ റായത്തുമു ഫബായിഉഹു, നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്യുക എന്ന് റസൂലുള്ളാഹി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതാണ്. ഖിലാഫത്ത് നോക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ ചില സഹാബാക്കൾ റസൂലുള്ളാഹിയോട് ചോദിക്കുകയുണ്ടായിരുന്നു. അത് ഉസൈഫ ബിൻ യമാൻ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു. ചില രഹസ്യങ്ങൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറയുമായിരുന്നു. ഇദ്ദേഹം ആരോടും അത് പങ്കുവയ്ക്കില്ലെന്ന് അറിയുമായിരുന്നു. മുസ്ലിങ്ങൾ എത്ര പേരുണ്ട്, അതൊക്കെ കാര്യങ്ങളൊക്കെ. ഒരു വലിയ സുദീർഘമായ ഹദീസ് ഞാൻ വിട്ടുകൊണ്ട് പറയുകയാണ്. അതിലൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയ റസൂൽ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വെറും ഫിത്ന മാത്രമുള്ളപ്പോൾ, കുഴപ്പം മാത്രമുള്ളപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് തിരുനബി കൽപ്പിക്കുന്നത് എന്ന് ചോദിക്കേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽസിം ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമഹു. അലി ഹുസൈഫ മുഖേന ഇത് എത്തുന്ന എല്ലാ മുസ്ലിങ്ങളോടുമായിരുന്നു ഈ സന്ദേശം. മുസ്ലിങ്ങളുടെ ഇമാം, അതുപോലെ തന്നെ ജമാഅത്തിനെ നിങ്ങൾ അനിവാര്യമാക്കുക, ജമാഅത്തിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. ഹദരത്ത് ഹുസൈഫ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു നിർത്തിയില്ല, തുടർന്നും ചോദിച്ചു, ജമാഅത്തില്ലാത്ത അവസ്ഥയാണെങ്കിൽ, ഇമാമില്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാട്ടിലേക്ക് പോവുക, അവിടെ വേരും കായും കഴിച്ച് ജീവിക്കുക. എന്നാൽ ഈ ലോകത്തേക്ക്, നഗരത്തിലേക്ക്, അധിവാസ കേന്ദ്രങ്ങളിലേക്ക് വരരുത്. ഇപ്പോൾ ഞങ്ങൾ ലോകത്തിന് സുവാർത്ത അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇമാമും ഇന്ന് നിലവിലുണ്ട്, ജമാഅത്തുൽ മുസ്ലിമീനും ഇന്ന് നിലവിലുണ്ട്. അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്താണ്. ഇമാമുമുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ അത് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ പ്രതിനിധിയായ, അഞ്ചാമത്തെ ഖലീഫയായ ഹസ്രത്ത് സാഹിബ്സാദ മിർസ മസ്റൂർ അഹമ്മദ് നസ്റുല്ലാഹി നസ്ർ അസീസിയാണ്. മുസ്ലിങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയെ ആദരിക്കുകയാണെങ്കിൽ, ഫബായിഉഹു, അതായത് തൽസിം ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമുക്കും, ഇമാമിനെ, ജമാഅത്തിനെ നിങ്ങൾ നിർബന്ധമായും ചേർന്ന് ചേരുക, അവരുമായി ചേരുക.
അതുപോലെ തന്നെ പറയുന്നില്ലെങ്കിൽ, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ മരണം ജാഹിലിയത്തിൻ്റെ മരണമായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി പ്രകാരം. അതുകൊണ്ട് ഹുദൂർ തിരുമേനിയുടെ കൈകളിൽ ബൈഅത്ത് ചെയ്യുക. അതുപോലെ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പാലിക്കുക, ആജ്ഞ പാലിക്കുക. ബൈഅത്ത് എന്തിനാണ് ചെയ്യുന്നത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. ആ ഉത്തരവ് പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. കുറച്ചെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ, മരണഭയം തെല്ലെങ്കിലും ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ പക്കൽ ഹാജരാകണമെന്നുള്ള ഒരു ഭീതി ഉണ്ടെങ്കിൽ ഈ കൽപ്പന അംഗീകരിക്കുക. ഇത് നിസ്സാരമായി കണക്കാക്കരുത്. ഇത് അഹമ്മദിയ ജമാഅത്ത് പറയുന്ന കാര്യമല്ല. ഇത് സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഹദീസുകളിൽ നിങ്ങൾ പോയി ഇത് വായിക്കുക. സഹീഹ് മുസ്ലിമിൽ നോക്കുക, ബുഖാരിയിൽ നോക്കുക, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നോക്കുക. ഇത് പ്രാവർത്തികമാക്കാതിരിക്കുക, ഇത് അശ്രദ്ധയോടെ ഇതിനെ കാണുക, എല്ലാ മുസ്ലിങ്ങളെയും അത് അപരാധിയാക്കി മാറ്റുന്നു, കുറ്റക്കാരനാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ മുസ്ലിം സഹോദരന്മാരോടും ഞാൻ താഴ്മയോട് അപേക്ഷിക്കുന്നത് ഇത് ചിന്തിക്കുക. വളരെ ഞാൻ വേദന നിർഭരമായ നിലയിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കേണ്ട, ആര് പറയുന്നതും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തഹജ്ജുദിൽ നമസ്കരിച്ച് ദുആ ചെയ്യുക, ഏതിന സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവെ, ഈ കാര്യം ഞങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നേരായ മാർഗത്തിൽ വഴി നടത്തിയാലോ, ഹിദായത്ത് നൽകിയാലോ. അതുകൊണ്ട് അവിടെയും ഇവിടെയും സംസാരിച്ച് അവിടെ ഇവിടെ യൂട്യൂബിലുള്ള വിവിധ വർത്തമാനങ്ങളും സംവാദങ്ങളും ഏർപ്പെടുക. അള്ളാഹു നിങ്ങൾ അതിന് മാർഗദർശനം നൽകുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ് വാസിൽ ജസാ. അടുത്ത ചോദ്യം ഷെയ്ഖ് മുജാഹിദ് സാഹിബിനോട്. എൻ്റെ അടുത്ത ചോദ്യം, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഖലീഫയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയാലും. ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ. ലോകത്ത് ഇപ്പോൾ പല വിധത്തിലുള്ള ഭരണകൂടങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ചിലത് ഡിക്റ്റേറ്റർഷിപ്പിൻ്റെതാണ്, ചിലത് ജനാധിപത്യത്തിൻ്റെതാണ്. എന്നാൽ മനുഷ്യരിൽ ഇപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൈവികമായ സംവിധാനമുണ്ട്. അത് മനുഷ്യരുടെ പ്രയോജനത്തിന് അള്ളാഹു ആത്മീയമായി സ്ഥാപിച്ചതാണ്. ഞാൻ ഖിലാഫത്ത് വ്യവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറ നൂറിൽ ആയത്ത് നമ്പർ 56 വിവരിച്ചിട്ടുണ്ട്. ഈ ഇസ്ലാമിക സംവിധാനം, ഖിലാഫത്ത് സംവിധാനം, അത് വളരെ അതുല്യമായ ഒരു സംവിധാനമാണ്. ഈ വ്യവസ്ഥിതി ഇന്നത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ അതൊരു ജനാധിപത്യമല്ല, അതുപോലെ തന്നെ അതൊരു സ്വേച്ഛാധിപത്യപരമായ ഇതുമല്ല, സംവിധാനമല്ല. മറിച്ച് ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു മൂന്നാമത്തെ ഒരു സംവിധാനമാണ്. ഖിലാഫത്തിൻ്റെ സംവിധാനത്തെ മറ്റ് സംവിധാനങ്ങളുടെ മേലുള്ള അതിൻ്റെ മേന്മ എന്ന് പറയുന്നത്, അത് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഒരു ദീനിയായിട്ടുള്ള ഒരു തലമാണ്, മതപരമായ തലമാണ്. ഖലീഫ എന്ന് പറയുന്നത് അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാത്രമല്ല, അത് മറിച്ച് അത് ഒരു പ്രവാചകൻ്റെ പിൻഗാമിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ആത്മീയ സ്ഥാനമുണ്ട്, പദവിയുണ്ട്. നബീൻ്റെ എന്തൊക്കെ പ്രവൃത്തികളാണ് ഉള്ളത് അത് മുഴുവനും തന്നെ ഖിലാഫത്തിൽ മുഖേന അത് തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ചുരുങ്ങിയ ഒരു ആമുഖത്തിന് ശേഷം നമുക്ക് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഖലീഫയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഖലീഫയാണല്ലോ. നബിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ആ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഖലീഫയുടെ പ്രവർത്തികൾ. സൂറ ജുമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലം മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. സൂറ ജുമയിലെ ആയത്ത് നമ്പർ 3. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ 4 പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ പ്രവൃത്തി എന്താണ്? ആയത്തുകൾ തിലാവത്ത് പാരായണം ചെയ്യുക. രണ്ടാമത്തെ പ്രവൃത്തി എന്താണ്? തസ്കിയ നഫ്സ്, ആത്മശുദ്ധീകരണം. മൂന്നാമത്തത് എന്താണ്? കിതാബിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുക. നാലാമത്തെ പ്രവൃത്തി എന്താണ്? കിതാബത്തിൻ്റെ അറിവ് പഠിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ഹിക്മത്തും കൂടി പഠിപ്പിക്കുക എന്നുള്ളത്. ഈ 4 പ്രവർത്തികളും ഉത്തരവാദിത്തങ്ങളും അത് നബിയുടെ വഫാത്തിന് ശേഷം ഖലീഫയിലേക്ക് അത് ഷിഫ്റ്റ് ആക്കപ്പെടുന്നു. വാസ്തവത്തിൽ
ഈ ഒരു അമ്പിയാക്കൾ മുഖേന സ്ഥാപിക്കപ്പെടുന്ന ഈ ദൈവിക സംവിധാനം അള്ളാഹു മനുഷ്യനെ ഈ ദുർവൃത്തിയിൽ കാണുമ്പോൾ ആ സമയത്ത് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നു. അവൻ്റെ ഈ പ്രസ്ഥാനം അവൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ സംസ്ഥാപനം അത് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമല്ല, അതൊരു നബി വരുമ്പോൾ നബി ഒരു ചെറിയ ജീവിതമാണ് ലോകത്ത് നയിക്കുന്നത്. എന്നാൽ നബിയുടെ വഫാത്തിന് ശേഷം അള്ളാഹു ഒരു സംവേദന ഏർപ്പാടാക്കുന്നു. അത് ആ ബർക്കത്തുകളൊക്കെ ആ ആത്മശുദ്ധീകരണം നടത്തുക, അള്ളാഹു ഖുർആൻ്റെ യുക്തിജ്ഞാനങ്ങൾ പഠിപ്പിക്കുക, ഇതൊക്കെ അത് ചില ആളുകൾ മുഖേന അള്ളാഹു തുടർച്ചയായി തുടർന്ന് പോകുന്നു. കാരണം ആരും ഇതിൽ നിന്നും കിട്ടാതെ പോകരുത്. അത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായിട്ടൊരു സ്ഥലത്ത് പറയുന്നു. അവിടുന്ന് പറയുന്നു, ഖലീഫ വാസ്തവത്തിൽ റസൂലിൻ്റെ നിഴലാണ്, സില്ലാണ്. ഒരു മനുഷ്യനും തന്നെ ശാശ്വതമായ നിലനിൽപ്പില്ല. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു റസൂലിൻ്റെ അസ്തിത്വത്തെ മറ്റെല്ലാ അസ്തിത്വങ്ങളെക്കാളും ഉന്നതമായ അസ്തിത്വം അത് സില്ലിയാനത്തിലെ ക്യാമ്പത്ത് നാളെ വരെ നിലനിർത്താൻ അള്ളാഹു ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു ഖിലാഫത്തിനെ നിയമിച്ചത്. എന്തെന്നാൽ അത് ലോകം ഒരിക്കൽ കാലഘട്ടത്തിലും ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവരുത്. ഇതാണ് അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത്, പോയിൻ്റ് എന്ന് പറയുന്നത്. ഖിലാഫത്ത് എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്തങ്ങളെ നബി മുഖേന നബിക്ക് അത് നബിയുടെ വഫാത്തിന് ശേഷം ആ ഉത്തരവാദിത്തങ്ങളെ അത് തുടർന്നു പോകുക എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദീകരണം സൂറ അന്നൂറിൽ 56-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും ഖിലാഫത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സൂറ നംൽ ആയത്തിൽ 103 പറയുന്നത്, വാഅ്തസിമു ബിഹബിലില്ലാഹി ജമിഅൻ വലാ തഫറഖു. അതായത് മുസ്ലിങ്ങളെ, നിങ്ങൾ ഈ ഹബുലുല്ലായെ, അള്ളാഹുവിൻ്റെ പാശത്തെ, ഈ ഹബുൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്. ഈ ഖിലാഫത്തിനെ നിങ്ങളെല്ലാവരും ഉൾച്ചേർന്നുകൊണ്ട് അതിനെ പിടിക്കുക, മുറുകെ പിടിക്കുക. നിങ്ങൾ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഉമ്മത്ത് മുസ്ലിമായാലും മുഴുവൻ ലോകം നമ്മൾ ചിന്തിച്ചാൽ എന്തൊക്കെ ഛിദ്രതകളുമാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വർഗീയത നടന്നുകൊണ്ടിരിക്കുന്നു, ചിലത് മറ്റ് സംഗതികൾ. ഇതിനൊക്കെ നമ്മൾ വിട്ടു നിൽക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഈ സമയത്ത് ഈ കാലഘട്ടത്തിലുള്ള ഖിലാഫത്ത്. അത് അള്ളാഹുവിൻ്റെ പ്രവചനം അനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം അനുസരിച്ച് തുടർന്ന് വന്ന ഖിലാഫത്താണ്. അത് ഖിലാഫത്തെ അഹമ്മദിയ. അതിൽ ബയ്യത്ത് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ 5-ാമത്തെ സ്ഥാനത്ത് 5-ാമത്തെ പ്രതീകം അസൽ മിർസ മസ്റൂർ മസ്ജിദ് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അബ്ദുൽ അസീസ് ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ഖിലാഫത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഖിലാഫത്ത് മുഖേന ഇസ്ലാമിൻ്റെ പ്രചാരണമാണ്. അതും ഇത് സംബന്ധമായ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ എത്രത്തിന് ചരിത്രം പഠിച്ചാലും നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ഖിലാഫത്തെ റാഷിദിലെ 30 വർഷത്തിനുള്ളിൽ എങ്ങനെയാണോ ഇസ്ലാമിൻ്റെ പ്രചാരണം ഉണ്ടായത്, അത് ഫിഖിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രാദേശികമായ നിലയിലോ അല്ലെങ്കിൽ ദീനിൻ്റെ പ്രബലതയുടെ അടിസ്ഥാനത്തിലോ, ദീനിൻ്റെ എല്ലാ വകുപ്പിലും ഈ ഖിലാഫത്ത് റാഷിദ മുഖേന അത് ഇസ്തിഖാമുണ്ടാക്കി അതിൻ്റെ ഇഷാഅത്ത് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് തുടർന്നത്. ആ ഖിലാഫത്ത് മുഖേന അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. മെയ് 27 മുതൽ ഈ കാലം വരെ നോക്കൂ, അതായത് 136 വർഷം. ഈ കാലഘട്ടത്തിൽ ഒരു വകുപ്പ് തന്നെ, അത് എല്ലാ വകുപ്പുകളിലും ജമാഅത്ത് അഹമ്മദിയ അതിൽ നമുക്ക് പുരോഗതി പ്രാപിച്ചുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് സാമ്പത്തിക വകുപ്പാണെങ്കിലും, അതായത് ഇസ്ലാമിക തബ്ലീഗാണെങ്കിലും, അതുപോലെ വിശുദ്ധ ഖുർആൻ്റെ പ്രചാരണമാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലും ജമാഅത്ത് പുരോഗതി പ്രാപിച്ചു കൊണ്ടേ പോയിരിക്കുകയാണ്. ഇത് ഖലീഫയുടെ യഥാർത്ഥ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ഗൈഡ് ലൈൻ മുഖേനമാണ് ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഖിലാഫത്തിൻ്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ അതിൽ ശരീഅത്തിൻ്റെ സംസ്ഥാപനമാണ്. അതായത് ശരീഅത്ത് കൽപ്പനകൾ നിലനിർത്തുക എന്നുള്ളത്, സ്ഥാപിക്കുക എന്നുള്ളത്. അതുപോലെ സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത്. അതായത്
ആരൊക്കെയാണോ ഖലീഫയും ബന്ധപ്പെടുന്നത്, ജമാഅത്തുമായി ബന്ധപ്പെടുന്നത്, അവരുടെ ഉള്ളിൽ ഒരു നീതി സ്ഥാപിക്കപ്പെടുക എന്നുള്ളത്. അന്ന് അവസാനമായിട്ട് ഖിലാഫത്തിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. കാലത്തിൻ്റെ ഖലീഫയുടെ അസ്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്യുകയും ആ വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർക്ക് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു മനുഷ്യൻ സ്വയം ദുആ ചെയ്യാറുണ്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ദുആയിൽ ആ ഒരു സ്വാധീനം ഉണ്ടാവില്ല. അള്ളാഹു തിരഞ്ഞെടുത്ത വ്യക്തി അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ അത് വാസ്തവത്തിൽ അതിൻ്റെ സ്വീകാര്യതയുടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് അതിൽ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം പല സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജമാഅത്ത് അംഗങ്ങൾക്ക് വേണ്ടി വളരെയധികം ദുആ ചെയ്യാറുണ്ട്. ഒരു സന്ദർഭത്തിൽ ഹുസൂർ പറയുന്നു, ജമാഅത്ത് അഹമ്മദിയുടെ ജമാഅത്ത് അംഗങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം അവരെക്കുറിച്ചുള്ള ഒരു ഫിക്ർ ഉത്കണ്ഠ ഖലീഫയ്ക്കുണ്ടാവും. അത് വ്യക്തിപരം ജമാഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഖലീഫയുടെ നോട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ആ ഖലീഫ കുനിയുന്നു. ലോകത്തിലെ ഒരു രാജ്യവുമില്ല. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും തന്നെ ലോകത്തിലെ എല്ലാ അഹമ്മദികൾക്കും വേണ്ടി അവരെ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള ഈ പരാമർശം ഖലീഫയുടെ ഉത്തരവാദിത്തത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തൊക്കെ നബിയുടെ പ്രവർത്തനങ്ങളുണ്ടോ അതിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ദീനിൻ്റെ പ്രബലതയുണ്ട്, അതുപോലെ തന്നെ ഭയത്തിന് ശേഷം സമാധാനം വരുന്ന കാര്യങ്ങളുണ്ട്, ആ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ പ്രചാരണമുണ്ട്, ആ പ്രവർത്തനങ്ങളിൽ ശരീഅത്തിൻ്റെ സംസ്ഥാപനം ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഒരു ഖലീഫയുടെ ഉത്തരവാദിത്തം. ജസാക്കുമുള്ള പ്രേക്ഷകരെ, ഒരു ടെലിഫോൺ കോളർ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് സയ്യിദ ഇഫ്ര ഹക്കീം സാഹിബ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അവരുടെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സയ്യിദ ഇഫ്ര ഹക്കീം സാഹിബ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി ഞാൻ ഹസ്രത്ത് ഖലീഫ ഖാമിസ് അയ്യത്തുല്ലാഹി ബിൻ അസീസിൻ്റെ സമക്ഷത്തിൽ അസ്സലാമു അലൈക്കും വളരെ താഴ്മയോടെ വിനയത്തോടെ ഭവ്യത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് ദുആക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. മുൽസാബ്, എൻ്റെ ചോദ്യം ഇതാണ്. ഹസ്രത്ത് ഖലീഫ റാബി റഹ്മത്തുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ട്, ഖിലാഫത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് മുഹമ്മദി വ്യവസ്ഥിതിയാണ്. ഈ സന്ദേശത്തെ ലോകത്ത് നമുക്ക് എങ്ങനെ പ്രചരിപ്പിക്കാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാമോ? ജസാക്കുമുള്ള. മൗലാന ഹമീദ് കൗസ് സാഹിബിനോടാണ് എൻ്റെ ചോദ്യം. ഇതിന് മറുപടി നൽകിയാലോ? നിസാമെ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ നിസാമെ മുഹമ്മദി, നിസാമെ ഖുർആൻ, നിസാമെ ഇസ്ലാം, ഇതൊക്കെ തന്നെ ഒരു കാര്യത്തിൻ്റെ പല വശങ്ങളുമാണ്. ഇവരുടെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഈ സന്ദേശം പ്രചരിപ്പിക്കുക എന്നാണ്. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് എന്തിനാണ്? ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്, ലോകത്തിന് മുമ്പ് അവതരിപ്പിക്കാനാണ്. ലോകത്ത് ശാന്തി സമാധാനം സ്ഥാപിതമാകണമെങ്കിൽ അത് ഖിലാഫത്തിൻ്റെ പ്രവൃത്തി പരിധിയിൽ മാത്രമുള്ളതാണ്. ഖിലാഫത്തിൻ്റെ വൃത്തത്തിൽ വന്നതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ. ഇന്നമൽ ഇമാമു ജുന്നത്തിൻ എന്ന ഹദീസ് ഞാനിവിടെ കേൾപ്പിച്ചു മുമ്പ്. ഇമാം എന്നത് ഒരു പരിചയമാകുന്നു. പരിചയയുടെ പിറകിൽ നിന്നിട്ടാണ് മറ്റുള്ളവരുടെ ആസൂത്രങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം തോക്കും വാളും എടുത്ത് ആക്രമിക്കാൻ ഓങ്ങി നിൽക്കുന്ന വ്യക്തികൾ മാത്രമല്ല, ശൈത്താനും ശത്രുവാണ്. മനുഷ്യൻ്റെ ദോഷപ്രവണമായ ആത്മാവും ശത്രുവാണ്. അതുപോലെ ഈ ശത്രുക്കളൊക്കെ തന്നെ മനുഷ്യനെ അവൻ്റെ ആത്മീയതയിൽ നിന്നും അവനെ അകറ്റുന്ന കാര്യങ്ങളാണ്. ഹസ്രത്ത് ഖലീഫ ഖാമിസ് അല്ലാഹു തആല ബിൻ അസീസ് ഇപ്പോൾ നൽകുന്ന ഖുതുബകൾ, അള്ളാഹുമായി ബന്ധം എങ്ങനെ സ്ഥാപിക്കാം, അള്ളാഹുമായി എങ്ങനെ സാമീപ്യം സാധ്യമാക്കാം, ഈ ഖുതുബകൾ കഴിഞ്ഞ 5-6 ഖുതുബകൾ നിങ്ങൾ എടുത്ത് നോക്കുക. ഇപ്പോൾ അടുത്തുള്ള ഖുതുബ കേൾക്കുക. ഇത് ലോകത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ചോദിക്കുന്നത് ലോകത്തോട് എങ്ങനെയാണ് എത്തിക്കാന്ന്, ലോകവുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ട്, ജനസമ്പർക്കം നടത്തണം. ഈ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്.
അത് മുഖേന നമുക്ക് ചെയ്യാം, മീഡിയ വഴി ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് നേരിട്ടും ചെയ്യാം, ഒരുമിച്ചിരുന്ന് ചെയ്യാം. ഖിലാഫത്ത് എന്നതിനെ കുറിച്ച് വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഖിലാഫത്ത് എന്നത് ഒരു ഉപാധിയാണ്. അത് മുഖേനയാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഗ്രാഹ്യം ലഭിക്കുന്നത്, അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഖിലാഫത്ത് എന്ന ഉപാധി മുഖേനയാണ് മനുഷ്യൻ്റെ ആത്മശുദ്ധീകരണം സാധ്യമാകുന്നത്. ഖിലാഫത്ത് എന്നൊരു ഉപാധി മുഖേനയാണ് ഖുർആൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. യുഅല്ലിമുൽ കിതാബ, അത് ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് ഇരുന്ന് അവരോട്, നിങ്ങളുടെ അനവമതികളായിക്കോട്ടെ അമുസ്ലിങ്ങളായിക്കോട്ടെ സഹോദരികളോടൊപ്പം നിങ്ങൾ ഇരുന്ന് അവരോട് നേരിട്ട് മുഖാമുഖം സംസാരിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, ആരാധനാ രീതികൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അസ്തിത്വം ഏകമാണ്, അള്ളാഹുവിൻ്റെ വഹദാന്യത്തെക്കുറിച്ച്, അവൻ ഏകനാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ലോകത്ത് ശാന്തി സമാധാനം സുസ്ഥാപിതമാകുള്ളൂ. ലോകം ഏകനായ ദൈവത്തെ മനസ്സിലാക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ അവൻ്റെ കൽപ്പന അനുസരിച്ച് ചലിക്കുന്നില്ലെങ്കിൽ ഒരു സമുദായം മറ്റൊരു സമുദായത്തെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ, അതുപോലെ തന്നെ അതിൽ എല്ലാത്തിലും ഉപരി മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ സ്വയം തന്നെ അള്ളാഹുവിൽ നിന്നും അകന്നു പോകുന്നു. ഈ അപകടങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നിലവിലുണ്ട്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ പക്കൽ ഖിലാഫത്തിൻ്റെ പരിചയമുള്ളത്. ഖുതുബകൾ വളരെ സശ്രദ്ധം ശ്രവിക്കുക, സ്വയം അവ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവരോടും അതിന് പ്രാവർത്തികമാക്കാനുള്ള ഉപദേശ നിർദ്ദേശം നൽകുക. നിങ്ങൾ നോക്കുക, ഒരു പ്രത്യേകമായ ആത്മീയമായ അനുഭൂതി, ഈ ഒരു ആത്മീയമായ പരിവർത്തനം ഈ ഖുതുബകൾ കേൾക്കുകയും ഈ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തതിനു ശേഷം മനുഷ്യൽ സംജാതമാകുന്നു. ഇതൊക്കെ അനുഭൂതമാകേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതനുസരിച്ച് ഖുതുബ കേൾക്കുന്നവരത് മനസ്സിലാക്കുന്നു. ചുരുക്കത്തിൽ ഏറ്റവും ആദ്യമായി മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ച് പഠിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാകുന്നു, ആരാധനക്കർഹൻ അവൻ മാത്രമാകുന്നു. അതിനുശേഷം ഖിലാഫത്ത്, ഹുസൂർ എന്താണ് നമ്മോട് അനുശാസിക്കുന്നത്? തഖറുബിലല്ലാ, അള്ളാഹുവുമായുള്ള സാമീപ്യത്തിനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അത് അവർക്ക് ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് വലിയൊരു പരിവർത്തനം നമുക്ക് സംജാതമാക്കാൻ സാധിക്കും. ലോകത്ത് ശാന്തി സമാധാനം സ്ഥാപിതമാകുന്നതാണ്. ജസാ. പ്രേക്ഷകരെ, മറ്റൊരു ടെലിഫോൺ കോളറുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് മുക്കറം ആരിഫുസമാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുക്കറം ആരിഫുസമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജി, എൻ്റെ ചോദ്യം ഖുദ്റത്തെ സാനിയ എന്താണ്? ജമാഅത്ത് അഹമ്മദിയ ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടി എന്താണ് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് വിശദീകരിച്ചാലും ജസാക്കുമുള്ള. ജസാക്കല്ല. മൗലാന ഷേഖ് സാഹിബിനോടാണ് ചോദ്യം. ജസാക്കുമുള്ള ഹസൻ ജസാ. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് തൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിലൊരു ഗ്രന്ഥമാണ് അൽ വസിയത്ത്. ആ ഗ്രന്ഥം അവിടുന്ന് 1905 എഴുതിയത്. അതിൽ തൻ്റെ വഫാത്തിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഒരു പദം ഹുസൂർ അലൈഹി സ്വലാത്ത് പറയുന്നുണ്ട്, ഖുദ്റത്ത് സാനിയ എന്ന്. ഖുദ്റത്ത് സാനിയൻ്റെ അർത്ഥം രണ്ടാമത്തെ ഖുദ്റത്ത് എന്നാണ്. അതുകൊണ്ട് അത് നബിയുടെ വഫാത്തിന് ശേഷം അള്ളാഹു ഖിലാഫത്തിനെ എങ്ങനെയാണ് സ്ഥാപിക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇത് സംബന്ധിച്ച് ജമാഅത്ത് ഖിലാഫത്തിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമതായി പറയാനുള്ളത്, ജമാഅത്ത് അഹമ്മദിൽ ഈ ഖുദ്റത്ത് സാനിയ എന്നുള്ളത്, അത് നിസാമെ ഖിലാഫത്ത്, അത് ശാശ്വതമാണ്. ഇത് ഞാൻ സ്വന്തം അഭിപ്രായത്തില പറയുന്നത്. അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരമായ മസീഹ് സ്വലാത്തു വസ്സലാം തൻ്റെ ഗ്രന്ഥം ആയ അൽ വസിയത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ഹുസൂർ പറയുന്നു, നിങ്ങൾക്ക് രണ്ടാമത്തെ ഖുദ്റത്ത് കാണേണ്ടതും അനിവാര്യമാണ്. അത് വരിക എന്നുള്ളത് നിങ്ങൾക്ക് നല്ലതാണ്. എന്തെന്നാൽ അത് ശാശ്വതമാണ്. അതിൻ്റെ ശൃംഖല അത് ഖിയാമത്ത് വരെ മുറിഞ്ഞു പോകുന്നതല്ല. അതുകൊണ്ട് ഇത് ശാശ്വതമായ ഒരു വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഖുറാനിലെ സൂറ നൂറിലെ 56-ാമത്തെ വചനം നോക്കുക. അതിൽ ഖിലാഫത്തിൻ്റെ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്,
അള്ളാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനം പൂർത്തിയാവുന്നത് വാദുല്ലാഹുല്ലദീൻ ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്. അത് മുഅ്മിനീങ്ങൾ, അതായത് മുഅ്മിനീങ്ങൾക്കായിരിക്കും വാഗ്ദാനം പൂർത്തിയാവുക. അവർ അതോടൊപ്പം സൽക്കർമ്മവും ചെയ്യണം. അതായത് സൽക്കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത് അടിസ്ഥാന നിബന്ധനയാണ്. അതായത് ഈ ഒരു സൽക്കർമ്മങ്ങളിലേക്ക് ഖലീഫ വക്ത് ഇത് ആവർത്തിച്ച് ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തുകൊണ്ട്? രണ്ടാമത്തെ സംഗതി ഖിലാഫത്തിനുള്ള അനുസരണമാണ്. അതായത് നിങ്ങൾ ഖിലാഫത്തിൻ്റെ അനുഗ്രഹത്തെ തുടർച്ചയായി നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അതിലെന്തെങ്കിലും അപ്പോൾ ഖലീഫയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏതൊരു കൽപ്പനയും അതിൽ 100% അതിൽ അനുസരണം പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതായത് ഇഖ്ലാസിൻ്റെയും ഇത്താഅത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃകയിൽ മുഖേന നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 40-ാമത്തെ വയസ്സിൽ നബിയായി, 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഈ ഇടയ്ക്ക് പല സന്ദർഭങ്ങളിലായിട്ട് ഇമാമിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ സൂറ ഫാത്തിഹ ഓതാറുണ്ടായിരുന്നു. അതിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ഇഹ്ദിന എന്നുള്ളത് ബഹുവചന രൂപമാണ്. ഇമാം ദുആ ചെയ്യുന്നു തൻ്റെ എല്ലാ അനുയായികൾക്കും വേണ്ടി. ഇമാമിൻ്റെ ദുആ എല്ലാവർക്കും ഒരുപോലെയാണ്. ആ ദുആയുടെ സ്വാധീനം അത് വേറെ വേറെയായിരിക്കും. ആ ദുആയുടെ ഫലമായിട്ട് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിയത്തിൻ്റെ സ്ഥാനം പ്രാപിക്കേണ്ടായി. ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഷഹാദത്തിൻ്റെ മഖാം പ്രാപിക്കുകയുണ്ടായി. അപ്പോൾ ഇമാമിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ലഭിക്കുന്നത് അത് ഓരോ അഹമ്മദിക്കും നിർബന്ധമാണ്. അവർ തങ്ങളുടെ ഇത്താഅത്തിൻ്റെ നിലവാരത്തെ ഉയർത്തുക എന്നുള്ളത് അത് എത്രമാത്രം ഉയർത്തുന്നുവോ, അതിൽ പരിപൂർണമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ, അത് ഇമാമത്തിൻ്റെ ബർക്കത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ സംഗതി, ഖിലാഫത്തിൻ്റെ ഈ വ്യവസ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ മൂന്നാമത്തത് പ്രാർത്ഥനകളാണ്. അള്ളാഹു ദുആ ചെയ്യുക. അള്ളാഹുവേ, ഈ ഇമാം നമുക്ക് നൽകിയ ഇമാം അത് നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രമാത്രം ദുആ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ദുആ ചെയ്യണം. ഇതാണ് നമ്മൾ എന്താണ് അതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ, അതായത് ഖുദ്റത്ത് സാന്നിധ്യം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ അതിന് വീണ്ടും നീട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് ഉത്തരമാണ്. അടുത്തതായി മൗലാന ഹമീദ് കൗസാബിനോടാണ് എൻ്റെ ചോദ്യം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ലയസ്തഖ്ലഫന്നഹും ഫിൽ അർദ്, അതായത് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവൻ സ്വയം തന്നെയാണ് ഖിലാഫത്ത് സ്ഥാപിക്കുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു ആണ് ഖലീഫ ഉണ്ടാക്കുന്നത്, നിയമിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? സൂറത്തു നൂറിൻ്റെ ആയത്താണിത്. വഅദല്ലാഹു ലസീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. അള്ളാഹു നിങ്ങളിൽ വിശ്വാസം കൈക്കൊള്ളുകയും സന്ദർഭോചിതം കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരെ ഭൂമിയിൽ ഖലീഫമാരാക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഭൂമിയിൽ അവരെ ഖലീഫമാരാക്കുന്നതാണെന്നാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണിത്. അതായത് അവർ ഈമാൻ കൈക്കൊണ്ടവരായിരിക്കണം, സത്യവിശ്വാസികളായിരിക്കണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. സൽക്കർമ്മം എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും എല്ലാ വ്യക്തിയും ചെയ്യുന്നവരാണ്. മറ്റൊരു സൽക്കർമ്മം എന്ന് പറയുന്നത് ഖിലാഫത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ അനുസരണം, അതുമായുള്ള ബന്ധം സ്ഥാപിക്കുക. ഇവയാണ് അമലുൻ സാലിഹുൻ, സൽക്കർമ്മം എന്ന് പറയുന്നത്. എല്ലാ നിലയിലും ഖിലാഫത്തുമായി ബന്ധം ഓടുക, അതുപോലെ ഖിലാഫത്തിനെ സുസ്ഥിരമാക്കാൻ വേണ്ടി, സുസ്ഥാപിതമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വാഗ്ദാനം പാലിച്ചാൽ മുസ്ലിങ്ങൾക്ക് പാലിച്ചെടുത്തോളം കാലം ഖിലാഫത്ത് റാഷിദ് ഉണ്ടായി. അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഈ കർമ്മങ്ങളിൽ ലോപം സംഭവിച്ചപ്പോൾ ഹദരത്ത് അലി റളിയല്ലാഹുവിൻ്റെ ഷഹാദത്തിന് ശേഷം ഈ എല്ലാ സംവിധാനവും തകർന്നു മറന്നു. കാരണം വ്യക്തി താല്പര്യങ്ങൾ മുന്നിട്ട് വന്നു. അതുപോലെ തന്നെ ഇത് ഖിലാഫത്തിനെ നിലനിർത്തുക എന്നുള്ള ഒരു കാര്യം, ആ കാര്യത്തിലേക്കുള്ള ശ്രദ്ധയില്ലാതെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമുണ്ടായിരുന്നു, അൽ ഖിലാഫത്ത് സലാസൂന അഷ്റ, ഈ ഖിലാഫത്ത് 30 വർഷം നിലനിൽക്കുന്നതാണെന്ന്. എന്നാൽ മുസ്ലിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നെങ്കിൽ, തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തിരുന്നെങ്കിൽ, അതിനെ നിലനിൽപ്പിന് വേണ്ടി, അത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് നോക്കാം.
നിലവിലെ കാലഘട്ടത്തിൽ കുറച്ച് ദശകങ്ങളായി ഒരുപാട് പരിശ്രമങ്ങൾ നടന്നത് ഖിലാഫത്ത് അല്ലെങ്കിൽ ഖിലാഫത്ത് പോലെയുള്ള സംവിധാനങ്ങൾ സഭകൾ രൂപീകരിക്കാൻ. എന്നാൽ എല്ലാവരും തന്നെ പരാജയമടഞ്ഞു. അതിന് കാരണം എന്തായിരുന്നു? ഒരാളും അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല അത് ശ്രദ്ധിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല ആ പദ്ധതികൾ. അതിന് ഞാൻ ഉദാഹരണം സമർപ്പിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ മാറ്റിവെക്കുകയാണ്. 1969 ഒരു റാബ്ത ആൽമി ഇസ്ലാമി എന്ന ഒരു സംവിധാനം 40-50 മെമ്പർമാരുള്ള എല്ലാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അടങ്ങിയ ഒരു സംവിധാനമായിരുന്നു. റമാത്തിലായിരുന്നു അവരുടെ മീറ്റിംഗ് നടന്നത്, സമ്മേളനം നടന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ അൽ ഖുദ്സ്, യെറൂശലം, മസ്ജിദ് അക്സ, പലസ്തീൻ്റെ ഭാഗത്ത് മുസ്ലിങ്ങളെ അധിവസിപ്പിക്കുന്നതാണ്. 57 വർഷം കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് പോലും ഫലസ്തീന് സ്വതന്ത്രമാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒന്നും തന്നെ അവർക്ക് ചെയ്തില്ല. അവരുടെ കയ്യിലുള്ളതും കൂടി അവർക്ക് നഷ്ടമായ അവസരമാണ്. ഈ 2-3 വർഷത്തിനിടയിൽ 60-70,000 മുസ്ലിങ്ങൾ നിഷ്കരണം വധിക്കപ്പെട്ടു, ഷഹീദാക്കപ്പെട്ടു. കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ എല്ലാവരും തന്നെ അവസാനിച്ചു. ഈ റാബ്ത ആലിമുൽ ഇസ്ലാം മൗനം പാലിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിന് കാരണം ഇതായിരുന്നു. അതിൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിരുന്നില്ല. അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതവുമായിരുന്നില്ല എന്നതാണ്. അതുകൂടാതെയും ഒരുപാട് മുസ്ലിങ്ങളുടെ ഭാഗങ്ങളിൽ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ ഖിലാഫത്ത് സംവിധാനം ഉണ്ടാകാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പേരിലൊക്കെ തുടങ്ങി. എന്നാൽ ഈ ജാലിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഖിലാഫത്ത് നുബുവത്തിന് ശേഷം മാത്രം ഉണ്ടാകുന്ന സംവിധാനമാണ്. മാകാനത്തിൻ നബൂത്ത് ഖത്തു, നുബൂത്ത് വരുമ്പോൾ അതിന് ശേഷമാണ് ഒരു അന്തരീക്ഷം സംജാതമാകുന്നത്. അങ്ങനെയാണ് ഖിലാഫത്ത് വ്യവസ്ഥ സ്ഥാപിതമാകുന്നത്. മുസ്ലിങ്ങളോട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം ആഗ്രഹിക്കുന്നു. നിങ്ങൾ 10,000 ശ്രമിച്ചാലും നിങ്ങൾക്ക് ഖിലാഫത്ത് സംവിധാനം ഒരിക്കലും തന്നെ സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. ഇതിന് തുല്യമായ ഏതെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അമ്പെ പരാജയപ്പെടും. കാരണം ഇത് സാധ്യമല്ല. കാരണം അള്ളാഹു ലയസ്തഖ്ലിഫന്നഹും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച സംവിധാനത്തെ കൂടാതെ മറ്റൊരു സംവിധാനത്തിനും അള്ളാഹു നിലനിൽപ്പ് നൽകുന്നതല്ല. മതചരിത്രത്തിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ സ്ഥാപിതമായ ഒരു സംവിധാനം ഇരിക്കെ അതിൽ നിന്നും വ്യത്യസ്തമായ ആരെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുകയും അത് അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യുമെന്ന് കരുതുകയും ചെയ്യണം, അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അഹമ്മദിയ മുസ്ലിം ഖിലാഫത്ത് സ്ഥാപിതമായതിനു ശേഷം ഇന്ന് വരെ ഇവർക്ക് പരാജയം മാത്രമേ ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ളൂ. അതിന് കാരണം എന്തായിരുന്നു? ആരും അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല പരിശ്രമിച്ചിരുന്നത്. അവർ ഐക്യപ്പെടാൻ വേണ്ടിയായിരുന്നില്ല പരിശ്രമിച്ചിരുന്നത്. അവർക്ക് അവരുടെ താല്പര്യങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഉമ്മത്ത് നഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടിലാണ്, മുസ്ലിങ്ങൾ ഏത് പടുകുഴിയിലാണ് പോകുന്നതെന്ന് അവർക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഖലിംസി ഖാമിസ് അല്ലാ തആല ബിൻ അസീസ് ഈ മതനേതാക്കന്മാരുടെ രാഷ്ട്ര നേതാക്കന്മാരോടും പറഞ്ഞത് മുസ്ലിം ഭരണകർത്താക്കളോടും പൊളിറ്റീഷ്യൻസിനും രാജാക്കന്മാരും ചെയ്യേണ്ടത് അവർ തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ നേടുന്നതിന് പകരം പരിശ്രമിക്കേണ്ടത് ഒരു മുസ്ലിം സമുദായം എന്ന നിലയിൽ നമ്മൾ ഒരുമിക്കണം, ഐക്യപ്പെടണം എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. അതിനുവേണ്ടി പൂർണ്ണമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്ന പക്ഷം മാത്രമേ നമുക്ക് ലോകത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ അന്തസ്സ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഇസ്ലാം വിരുദ്ധ ശക്തികൾ നമുക്കിടയിൽ ഉണ്ടാക്കുന്ന ഛിദ്രത ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ കാലഘട്ടത്തിൽ എന്ത് സംവിധാനമാണ് ഇതിനു വേണ്ടി ഒരുക്കിയത്? അത് ഇസ്തിഖ്ലാഫ് എന്നുള്ളൊരു സംവിധാനമാണ്. അള്ളാഹു ഈ കാലഘട്ടത്തിൽ ആ ഖിലാഫ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഏത് ദൈവിക സംവിധാനമാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. ഒരു മില്ലത്തെ വാഹിദ, ഏകോദര സമുദായമായി മാറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഖിലാഫത്തിൻ്റെ സംവിധാനം മാത്രം അവലംബിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഈ സംവിധാനം എന്ന് പറയുന്നത് അവൻ വാഗ്ദത്ത മസീഹിനെ അയച്ചു.
അങ്ങനെ ഒരു ഏക സമുദായം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹുസൂറിൻ്റെ ഈ ഉപദേശം ഉമ്മത്തെ മുസ്ലിമയുടെ ഉള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഹുസൂർ തിരുമേനി ഇങ്ങനെ പറഞ്ഞത്. ഇനിയുള്ള ഉദിക്കുന്ന ചോദ്യം എന്നത്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റസൂലിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന സലാത്തക സകനല്ലഹും, അലിയോ റസൂൽ, നീ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇത് ഇവർക്ക് സമാധാനത്തിന് വകയൊരുക്കും. റസൂലിന് ശേഷം ഖലീഫ ഉണ്ടാകും അവരുടെ ശാന്തി സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. ഇന്ന് ജമാഅത്ത് അഹമ്മദിയ എന്ന് പറയുന്നത് ഏക ജമാഅത്താണ്. ഒരു ജമാഅത്തിന് ഒരു ഇമാമുണ്ട്, ഹുവ സക്കനുല്ലഹും, അത് ഈ ജമാഅത്തിന് ശാന്തിയേകുന്ന ഒരു ഇമാമുണ്ട്. ഒരു ഉദാഹരണം നൽകാം. ഈ ബഹളം കൂട്ടുന്നവർ അവർ പറയുന്നത് ഈ ചെറിയ ജമാഅത്ത് എന്ത് ചെയ്യാനാണ്, ന്യൂനപക്ഷമാണ്. ഇവരല്ല ചെയ്യേണ്ടത്. ഈ ജമാഅത്ത് എന്താണ് ചെയ്യേണ്ടത്? അത് അള്ളാഹുവിൻ്റെ പിന്തുണയോടുകൂടിയാണ് ചെയ്യുക, അള്ളാഹുവിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുക. അതിന് ഞാൻ ഉദാഹരണം ഇവിടെ അവതരിപ്പിക്കാം. ബദർ യുദ്ധത്തിൽ നടന്ന റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ കാഫിറുകളുടെ അംഗസംഖ്യ എത്രയായിരുന്നു? 1000 ആയിരുന്നു. മുസ്ലിങ്ങളുടെ അംഗബലം 300-313 അത്രയും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അള്ളാഹു എങ്ങനെയാണ് സഹായം എത്തിച്ചത്? വെറും കൊടുങ്കാറ്റും വീശിക്കൊണ്ട് ആ ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തി. വളരെ ചുരുക്കം പേർ മാത്രമായിരുന്നു മുസ്ലിങ്ങൾക്ക് വിജയം നൽകി. അതുപോലെ തന്നെ മറ്റ് യുദ്ധങ്ങളിലും ഖലീഫ ഉണ്ടായിരുന്നു, റസൂൽ ഉണ്ടായിരുന്നു. അവരുടെ ദുആയുടെ ഫലമായി ആണ് അള്ളാഹു വിജയം നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നു. മുസ്ലിങ്ങൾ അവരിൽ ജീവനുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, അവർക്ക് ഖലീഫയുടെ ദുആയുടെ ഫലമായാണ് ലഭിക്കുന്നത്. കാരണം ഹസരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കവിത എന്ന് പറയുന്നത്, ഏദുൽ നീസ് ഖാത്തിർ ഇനെ നിഗാദ ആഖിർ കുനന്ത് ദാവെ ഹുബെ മോ പേപ്പറോ, അല്ലയോ ഹൃദയമേ, ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്യുക. കാരണം ഇവരും നിൻ്റെ പ്രേമഭാജനമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ഒരു റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഹുസൂർ തിരുമേനിയും മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, മുസ്ലിങ്ങളുടെ നേതാക്കൾക്ക് ഉപദേശം നൽകുന്നത്, കത്തുകൾ എഴുതുന്നത്, ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. മുസ്ലിങ്ങളെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്യതയിൽ, നിങ്ങളുടെ അഖണ്ഡതയിൽ നിങ്ങൾ വന്നു ചേരണം. എന്നാൽ അതിൽ നിന്നും അവർ ബഹുദൂരം അകലെയാണ്. ഇവർക്ക് വെറും അധികാരഭ്രമം മാത്രമാണുള്ളത്. രണ്ടാമത് ഞാൻ ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞത് ലയസ്തഖ്ലിഫന്നഹും, അള്ളാഹു ഖിലാഫത്ത് സംവിധാനം ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ, ഭൂമിയിൽ ഖലീഫ ഉണ്ടാക്കുമ്പോൾ അതിന് സഹായിക്കുകയും ചെയ്യുന്നു. അവൻ ആ ഖലീഫ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ സഹായസഹകരണങ്ങളും അവൻ എത്തിക്കുന്നു. അപ്പോഴാണ് ലോകത്ത് വിജയം ലഭിക്കുക. അതുകൊണ്ട് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാവരും തന്നെ എത്ര 72-73 എത്ര കക്ഷി പ്രതീക്ഷകളുണ്ടെങ്കിലും അവരെല്ലാം ഒരിക്കലും ഒരുമിക്കുകയില്ല. അവർക്ക് ഖിലാഫത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ഖിലാഫത്തിൻ്റെ സംവിധാനത്തുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ, ഖലീഫത്തുൽ മസീഹിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നില്ലെങ്കിൽ ഈ ശിക്ഷ അവരിൽ എപ്പോഴും തന്നെ നിലനിൽക്കുന്നതാണ്. ശത്രുക്കളുടെ ശിക്ഷ ഇവരുടെ മുകളിൽ എപ്പോഴും ഉണ്ടാകും. ഇവരിൽ നിന്ന് ഈ ശിക്ഷ ഒരിക്കലും നീങ്ങി പോകുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നത് അള്ളാഹു ഇവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വരും കാലങ്ങളിൽ അള്ളാഹു ഈ ഖിലാഫത്ത് സംവിധാനം സൃഷ്ടിച്ചത് ഇത് ഇവർക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിക്കട്ടെ, അംഗീകരിക്കാനുള്ള തൗഫീഖ് ലഭിക്കട്ടെ. അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അവർ ഫലം നേടുന്നവരാകട്ടെ. ജസാക്കുമുല്ലാ, അസ്സലാം ജസാ. എൻ്റെ അടുത്ത ചോദ്യം മുജാഹിദ് സാഹിബിനോടാണ്. ഖിലാഫത്തിൻ്റെ ബർക്കത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പ്രേക്ഷകരെ പറഞ്ഞാലും. ജസാക്കുമുല്ലാ, അസ്സലാം ജസാ. ഖിലാഫത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. എല്ലാ റൂഹാനിയായിട്ടും ആത്മീയവും ഭൗനികവുമായ ഇതിൻ്റെ ഉറവിടമാണ്. ഖിലാഫത്ത് പാശമാണ്. അതിനെ മുറുകെ പിടിക്കുന്നതിലൂടെ ദീനും ദുനിയാവും അത് സുന്ദരമായി തീരുന്നു. ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്.
വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ചിലത് അത് തെളിവെന്നോണം വിശുദ്ധ ഖുർആൻ്റെ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. സൂറ നൂറിലെ ആയത്ത് നമ്പർ 56 അത് ഇഖ്തിലാഫിൻ്റെ ആയത്ത് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വളരെ വിശദമായിട്ട് അള്ളാഹു ഖിലാഫത്തിൻ്റെ ബർക്കത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. സമയപരിധി മൂലം ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഈ ആയത്തിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഖിലാഫത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം, എന്തുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഖലീഫ പറയുന്നത്. ഏറ്റവും ഒന്നാമത്തെ ഖിലാഫത്തിൻ്റെ ബർക്കത്ത് എന്ന് പറയുന്നത് ഈമാനും അമല സാലിയും നിർവഹിക്കുന്നവർക്കാണ് ഖിലാഫത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏത് ജമാഅത്തിലാണ് ഖിലാഫത്ത് സ്ഥാപിതമായിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈമാനും അമല സാലിയും നിർവഹിക്കുന്നവരാണ്. ഈ വാഗ്ദാനം നിലനിൽക്കുന്നത് ജമാഅത്ത് ഈമാനിലും സൽക്കർമ്മത്തിലും മുന്നോട്ട് പോകുമ്പോഴാണ്. അതുകൊണ്ട് അള്ളാഹു രണ്ടാമത്തെ കാര്യം തംക്കനത്ത് ദീനാണ്, അതായത് ദീനിൻ്റെ പ്രബലത. ദീന് അത് ദൃഢീകരിച്ചു പോവും, അത് രണ്ടാമത്തെ വശമാണ്. മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് ഖിലാഫത്ത് മുഖേന ഭയത്തിൽ നിന്ന് ശാന്തിയിലേക്ക് മുഅ്മിൻ പോവും എന്നുള്ളതാണ്. ഇത് മൂന്നാമത്തെ പോയിൻ്റാണ്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഖിലാഫത്ത് മുഖേന തൗഹീദിൻ്റെ സംസ്ഥാപനമാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് അതിൻ്റെ തെളിവുകൾ, അവൻ്റെ സിഫത്തുകൾ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കണമെങ്കിൽ അത് ഖിലാഫത്തിലൂടെയാണ് അത് തുടർന്ന് പോകുന്നത്. അഞ്ചാമത്തെ കാര്യം പറയുന്നിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ സംസ്ഥാപനം, സകാത്ത്, ഇതാഅത്തിൻ്റെ പ്രകടനം. ഇതൊക്കെ ഈ 5 കാര്യങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് വിശദീകരിച്ച് പറയുമ്പോൾ എന്നാൽ കുറച്ചായിട്ട് ഒരു വശം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പ്, അതായത് ദീനിൻ്റെ പ്രബലത. അതായത് ദീൻ ഏതവസ്ഥയിലാണ് അതിനെ കൂടുതൽ ദൃഢീകരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ വിശദീകരണം നോക്കണമെങ്കിൽ അത് ചരിത്രം പഠിക്കുക, ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചാൽ മതി. നബി ഇസ്ലാം തിരുമേനിക്ക് ശേഷം ഖിലാഫത്ത് രാജ്യം സ്ഥാപിതമായപ്പോൾ ദീനിൻ്റെ പ്രബലത തുടങ്ങുകയായി. ദീനിൻ്റെ എല്ലാ തത്വങ്ങളും, അതുപോലെ അത് ഫിഖിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ബൈത്തുൽ മാലിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷാഅത്ത് ദീനാണെങ്കിലും, അതുപോലെ ആത്മശുദ്ധീകരണത്തിനാണ്, ഏത് വശത്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിലും ഖിലാഫത്ത് രാഷ്ട്ര മുഖേന ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ പ്രവചനം അനുസരിച്ച് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം 1908 മെയ് 26-ന്, അതിനുശേഷം മെയ് 27-ന് വീണ്ടും ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഈ വ്യവസ്ഥിതിയും നിസാമും ഖിലാഫത്ത് അലാ മിൻഹാജ് നുബുവത്തായിരുന്നു. അത് നുബുവത്തിന് സരണിയിലുള്ള ഖിലാഫത്തായിരുന്നു അത്. അപ്പോൾ ഏതുപോലെയാണോ മുൻ കാലഘട്ടങ്ങളിൽ ഖിലാഫത്ത് രാഷ്ട്രത്തിൻ്റെ കാലത്ത് ദീനിൻ്റെ പ്രബലത ഉണ്ടായോ, ഈ കാലഘട്ടത്തിലും അള്ളാഹു ജമാഅത്ത് അഹമ്മദിയയിൽ ഖിലാഫത്തിൻ്റെ നിസാം സ്ഥാപിച്ചുകൊണ്ട് അത് മുഖേന ദീനിന് ദൃഢീകരണം നൽകുകയാണ് ചെയ്തത്. ഇക്കാര്യം നമ്മൾ വീണ്ടും ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ടോ, എത്രയൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ടോ, അതൊക്കെ ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ്. അത് വിശുദ്ധ ഖുർആൻ്റെ തർജ്ജമയാണെങ്കിലും വിവർത്തനമാണെങ്കിലും, അതായത് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ 80-ലധികം ഭാഷകൾ തർജ്ജമ ചെയ്ത ഏക ജമാഅത്ത് അഹമ്മദിയ മാത്രമാണ്. ലോകത്ത് പള്ളികൾ സ്ഥാപിക്കുന്ന കാര്യമാണെങ്കിലും മുഴു ലോകത്തും മുബല്ലിങ്ങൾ അയച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്യുക, ഇതും ഖിലാഫത്തിൻ്റെ അനുഗ്രഹമാണ്. MTയുടെ അനുഗ്രഹീത സംവിധാനം അത് ലോകത്ത് മുഴുവനും അത് സംരക്ഷണം ചെയ്തു വരുന്നു. ഇതും ബൈത്തുൽ മാലിൻ്റെ സംവിധാനം, ഖസയുടെ സംവിധാനം, ഷൂറയുടെ മജ്ലിസിൻ്റെ, ചുരുങ്ങി പറഞ്ഞാൽ ജമാഅത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ഖിലാഫത്തിൻ്റെ ബർക്കത്താണ്. ദീനിൻ്റെ ദൃഢീകരണമാണ് അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാമ്പത്തിക ത്യാഗം അതെടുത്തോളൂ. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ജമാഅത്ത് അഹമ്മദിയയുടെ അസ്ഥിവാരമിട്ടപ്പോൾ ആ സമയത്ത് മുതൽ അന്ന് തൊട്ട് ജമാഅത്തിൻ്റെ ചരിത്രത്തിൽ അത് ഒരു നൂറ്റാണ്ടൊന്നുമല്ല, എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു വർഷത്തിലും പോലും ജമാഅത്തിൻ്റെ സാമ്പത്തിക ബജറ്റ് മുമ്പത്തേക്കാൾ കൂടുതലായിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ
ഒരണ പോലും മസീഹ് കാലത്ത് കൊടുത്തത്, പിന്നീട് വർദ്ധിച്ചു കൊണ്ടേ പോയി. ഇനി നമ്മൾ ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, പിന്നെ കൊറോണ വന്നു. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ജമാഅത്ത് അംഗങ്ങൾ ഈ സാമ്പത്തിക ആഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വർഷവും ജമാഅത്ത് വളരെ ദീനിനെ പ്രബലതയ്ക്കും വേണ്ടിയിട്ട് സാമ്പത്തികം ചെയ്തുകൊണ്ടേ വരുന്നു. അതും ഖിലാഫത്തിൻ്റെ അനുഗ്രഹമാണ്. അത് ഇന്ന് നമ്മൾ വഖഫ് ജദിൻ്റെ രൂപത്തിൽ, തെഹ്രീക്ക് ജദിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജാമിഅ അഹമ്മദ് ഇൻ്റർനാഷണലിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ എല്ലാ താലിമിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ ഖിലാഫത്തിൻ്റെ ബർക്കത്ത് ആണ്. ഇത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖിലാഫത്തിൻ്റെ മറ്റൊരു വശം കൂടി ജമാഅത്തിൻ്റെ ഉള്ളിൽ ഒരു ഐക്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും തന്നെ നിങ്ങൾ ഒരു വലിയ മുഫ്തിയാണെങ്കിലും വലിയ പണ്ഡിതാണെങ്കിലും ഒരു പണ്ഡിതന് സാധ്യമല്ല ഇസ്ലാമിൻ്റെ ലോകത്ത് ഐക്യമുണ്ടാക്കുന്നത്. ഖിലാഫത്ത് മുഖേന ലോകത്ത് ഐക്യം, ഒരു അഹമ്മദി, അത് ഏഷ്യക്കാരനാവട്ടെ, ആഫ്രിക്കക്കാരനാവട്ടെ, യൂറോപ്യനാവട്ടെ, മറ്റൊരു അഹമ്മദിയെ കാണുമ്പോൾ ഒരു സ്നേഹം, ഒരു ഐക്യം അവനിൽ കാണാൻ സാധിക്കും. ആ ഒരു ഐക്യം അത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അത് സ്വന്തക്കാർക്ക് മാത്രം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. ഖിലാഫത്തിൽ ഏറ്റവും അനിവാര്യം വെച്ചാൽ അതിൽ നാം അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അനുഗ്രഹങ്ങളെ തുടർന്നും അത് ചെയ്തുകൊണ്ടേ പ്രചരിപ്പിച്ചുകൊണ്ടേ പോകേണ്ടതാണ്. ദുആ മുഖേന അത് ചെയ്യേണ്ടതാണ്. ദുആ മുഖേന ഈ അനുഗ്രഹങ്ങളെ നമ്മൾ വ്യാപിപ്പിച്ചു കൊണ്ടേ പോകേണ്ടതാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു തആല ബിൻ നസ്റുൽ അസീസ് ഇത് സംബന്ധമായിട്ട് ഒരു സന്ദർഭത്തിൽ പറയുന്നു, ഓരോ അഹമ്മദിക്കും ശ്രമിക്കേണ്ടതാണ് ഖിലാഫത്തിന് വേണ്ടി ദുആ ചെയ്യുക. എന്തെന്നാൽ ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ എപ്പോഴും അത് നിലനിൽക്കുന്നതിന് വേണ്ടിയാണത്. നിങ്ങൾ സ്വന്തം ഉള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാം. മുമ്പത്തേക്കാൾ ഉപരിയായിട്ട് ഇഖ്ലാസിലും ഈമാനിലും നിങ്ങൾ പുരോഗതി പ്രാപിക്കുക. നിങ്ങൾ അഹമ്മദിയത്തിൻ്റെ ധ്വജവാഹകരാണ്. അതുകൊണ്ട് അഹമ്മദത്തിൻ്റെ ധ്വജവാഹകർ എന്ന് പറയുന്നത് സൽക്രമം അനുഷ്ഠിക്കുന്നവരും ഖിലാഫത്തുമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവരുമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രോഗ്രാം മുഖേന എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു, അവർ വളരെ അള്ളാഹുവിന് വേണ്ടി ദുആ ചെയ്യുക, ചിന്തിക്കുക. അള്ളാഹു ഈ ഖിലാഫത്തിനെ നമ്മൾ വിലമതിക്കുക. ജസാക്കുമുല്ലാഹ് ഹസനൽ ജസാ. ജസാക്കുമുല്ലാഹ് ഹസനൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു, അല്ലയോ സുഹൃത്തുക്കളെ, പണ്ട് മുതൽക്കേയുള്ള അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അള്ളാഹു രണ്ട് വിധത്തിലുള്ള കുതിർത്ത് കാണിക്കുന്നു. എതിരാളികളുടെ രണ്ട് വ്യാജ സന്തോഷങ്ങളെ നിഷ്പ്രഭമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തൻ്റെ ഈ സനാതന നിയമം ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ അതിൽ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കുതിരത്ത് വരിക എന്നുള്ളത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് നല്ലതാണത് വരുന്നത്. എന്തെന്നാൽ അത് ശാശ്വതമാണ്. അത് ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നു പോകുന്നതായിരിക്കും. രണ്ടാമത്തെ കുതിരത്ത് വരുന്നതല്ല, ഏതുവരെ ഞാൻ പോകുന്നില്ലയോ. എന്നാൽ ഞാൻ പോയാൽ പിന്നെ അള്ളാഹു ആ രണ്ടാം കുതിരത്ത് നിങ്ങൾക്കായി അയച്ചു തരുന്നതായിരിക്കും. അതപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അള്ളാഹു ബറാന അഹമ്മദിൽ ആ വാഗ്ദാനമുണ്ട്. അൽ വസിയത്ത് റുഹാനി ഖസാൻ ജിൽദ് 20. പ്രേക്ഷകരെ, ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡ് ഈ വിഷയം തുടർന്നു പോകുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया